ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ടോപ്പ് ഫേവറേറ്റ് 10 ക്രെഡിറ്റ് കാർഡ്സുകളാണ്. നിങ്ങൾക്ക് എന്തായാലും അറിയാം, എന്തെങ്കിലും ഓൾമോസ്റ്റ് ഒരു 53 ക്രെഡിറ്റ് കാർഡ്സുകളുണ്ട്. അതിൽ തന്നെ നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ്സ് ഒരു 24 എണ്ണം പ്ലസ് നമ്മുടെ UPI കാർഡ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടോട്ടൽ 30 എണ്ണം ഉണ്ടായിരിക്കും. അതിൻ്റെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ രണ്ടാമത്തെ ചാനലിൽ ഇട്ടുണ്ട്, നിങ്ങൾ കാണാത്തൊരു പോയി കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ തന്നെ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അതിൽ ലാസ്റ്റ് നമ്മളൊരു ഫേവറേറ്റ് കാർഡുകൾ എടുത്ത് പറയുന്നുണ്ട് ടോപ്പ് 10 എണ്ണം. അപ്പോൾ അത് നമ്മൾ ആക്ച്വലി അതിൽ ഇട്ടിട്ടുണ്ടെന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ ഭയങ്കര ലെങ്ത് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേണ്ടെന്ന് വെച്ചു. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ഇപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നുണ്ട്. ഞാൻ ഇപ്പോൾ എൻ്റെ കറൻ്റ്ലി ഉള്ള ടോപ്പ് 10 ക്രെഡിറ്റ് കാർഡ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കുറേ നമുക്ക് കമൻസും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് മെസ്സേജസ് സംഭവങ്ങളൊക്കെ വരാറുണ്ട്. ഞാൻ എൻ്റെ ജോബ് എന്താ, എൻ്റെ ബിസിനസ് എന്താ, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻസ് എന്താ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു കോൾ വരുന്നുണ്ട്. എനിക്ക് നമ്മുടെ ഓഫീസിൽ നിന്നുള്ള കോളപ്പോൾ എടുക്കാൻ രക്ഷയില്ല, അതുകൊണ്ട് ഞാൻ സൈലൻ്റ് ആക്കാത്തത് ഞാൻ എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ Q&A സെക്ഷനൊക്കെ കുറച്ച് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ചിലപ്പോൾ വീഡിയോ ലെങ്തി ആവാം. അപ്പോൾ ഒന്ന് അതുപോലെ തന്നെ ഫുള്ള് കാണാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ 2 ചാനലും കാണത്തിൽ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടെ. കുറേ പേരൊന്നും ലൈക്ക് ചെയ്യുന്നില്ല, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇടയിൽ വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് പറയാം, അപ്പോൾ ബോറടിക്കില്ലല്ലോ. അപ്പോൾ നമ്മുടെ ടോപ്പ് 10 ഞാൻ ഉപയോഗിക്കുന്ന ഫേവറേറ്റ് ക്രെഡിറ്റ് കാർഡ്സ് തന്നെ തുടങ്ങാം. അതിൽ ഞാൻ ആദ്യം ഒരു 5 എണ്ണം പറയാം, അതിന് ശേഷം നമുക്ക് കുറച്ച് Q&A സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യം 5 എണ്ണത്തിൽ എടുക്കില്ല. ആദ്യത്തെ എന്ന് പറയുന്നത് എൻ്റെ ഇപ്പോൾ കയ്യിൽ കിട്ടിയത് നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസിൻ്റെ സ്മാർട്ട് ടേൺ കാർഡാണ്. ഇതിൽ നമുക്ക് എനിക്ക് തോന്നുന്നു 2 lakh എത്ര ലിമിറ്റ് ഞാൻ മറന്നു ആക്ച്വലി. ഇപ്പോൾ ഇത് ഞാൻ റയർലി ഉപയോഗിക്കാറുള്ളൂ. എന്ന് വെച്ചാൽ നമുക്കിത് ഓഫ്ലൈൻ പർച്ചേസിന് ഉപയോഗിക്കാൻ കുറച്ച് പാടാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കേരളത്തിലെ ഈ അമെക്സ് സപ്പോർട്ടുള്ള POS മെഷീൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ പക്ഷേ ഞാൻ ഓൺലൈൻ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ആമസോണിൽ ഫ്ലിപ്കാർട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് 10x വാട്ട് പോയിന്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ റീസെൻ്റ്ലി ഞാൻ നമ്മുടെ 2ാം ചാനലിൽ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ജോയിനിങ് ചാർജും അതുപോലെ തന്നെ ബാക്കിയുള്ള നമുക്ക് ഫസ്റ്റ് വന്ന ബില്ല് എമൗണ്ടും ഞാൻ ആക്ച്വലി റിവാർഡ് പോയിന്റ് കൊണ്ട് തന്നെ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഇതിൻ്റെ റിവാർഡ് പോയിന്റ് കിടിലാണ് സംഭവം തന്നെ പറയാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് വേണമെങ്കിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ ബില്ല് അടയ്ക്കാൻ പറ്റും. അതൊരു കിടിലൻ സംഭവമാണ്, ഈസിയാണ്. നമുക്ക് ആപ്പിൽ കൂടെ തന്നെ സുഖമായിട്ട് ചെയ്യാം. ആ വീഡിയോ കാണത്തിൽ പോയി കണ്ടു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഞാൻ ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ പോലെ ഇവരുടെ പാർട്ട്നർഡ് ആയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ഷോപ്പിംഗ് സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ സാധനമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് ഓഫേഴ്സ് ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ് തന്നെ ആമസോണിൽ 7.5% ഇൻസ്റ്റൻറ്റ് ഓഫർ സംഭവങ്ങളൊക്കെ ആമസ് കാർഡിന് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എക്സെപ്റ്റ് നമ്മുടെ ഓഫ്ലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റാത്തതിന് കേട്ടോ. ഓഫ്ലൈൻ നമുക്ക് ചെയ്യാം, പക്ഷേ നമ്മുടെ ലോക്കൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലോക്കലെല്ലാം നമ്മുടെ ഇപ്പോൾ എൻ്റെ തൃശ്ശൂർ ഇപ്പോൾ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റൊക്കെ വന്നിട്ടുണ്ട്. അവിടെയും ആക്ച്വലി ആമക്സ് സപ്പോർട്ട് ഇല്ല. പക്ഷേ നമ്മളിപ്പോൾ ശോഭ മോഡലിൽ നമ്മൾ എന്താ പറയുക കുറേ ഷോറൂംസുകളുണ്ട്. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി സ്കെച്ചേഴ്സിൻ്റെ ഷോറൂമിൽ പോയപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ ബ്രാൻഡഡ് ഷോറൂമിലൊക്കെ പോകുമ്പോൾ അവിടെ സപ്പോർട്ട് ആവുന്നുണ്ട്. അത് പക്ഷേ എന്നാലും നമുക്കതിങ്ങനെ ഫുള്ളി പറയാൻ പറ്റില്ലല്ലോ. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ കോട്ടക്കിൻ്റെ ഇന്ത്യൻ ഓയിലിൻ്റെ കാർഡാണ്. ഇതാണ് നമ്മുടെ കാർഡ്. ഇതും എനിക്ക് അത്യാവശ്യം ഇപ്പോൾ നല്ല ഫേവറേറ്റ് കാർഡാണ്. റൂപേ വേരിയൻറ്റിൽ വരുന്നതുകൊണ്ട് തന്നെ നമ്മളിത് അത്യാവശ്യം നമ്മുടെ UPI ട്രാൻസാക്ഷനും സംഭവങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഫേവറേറ്റ് കാർഡ് കേട്ടോ. ഇതാരാ സ്പാമ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് മ്യൂട്ടാക്കി വെക്കാത്തത് കൊണ്ടാണ് കേട്ടോ. നമുക്കെന്ന് വെച്ചാൽ ഓഫീസിൽ നിന്ന് കൊള്ളൊന്നും അല്ലെങ്കിൽ അറിയില്ല മ്യൂട്ടാക്കി കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് നമ്മുടെ ഐഫോൺസിൻ്റെ എനിക്ക് വൈബ്രേഷൻ തീരെ അങ്ങോട്ട് പിടിക്കുന്നില്ല, എന്ന് വെച്ചാൽ അറിയുന്നില്ല തീരെ. കട്ടായി. ഞാൻ എന്തായാലും വേണമെങ്കിൽ ഇപ്പോൾ വൈബ്രേറ്റിംഗ് ഓഫ് ചെയ്യാം. നല്ലല്ല, വൈബ്രേറ്റല്ല ഇത് ഓഫ് ചെയ്യാം, അങ്ങനെ ഡിസ്റ്റർബൻ്റ് ആവും. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കാർഡിലേക്ക് പോകാം. ഇപ്പോൾ തന്നെ ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ മൂന്നാമത്തെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ആക്സിസിൻ്റെ നിയോ കാർഡാണ്. ഇത് നിങ്ങൾക്കറിയാം ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നത്. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 2,81,000 സംതിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. അപ്പോൾ പോരാത്തതിന് നമുക്ക് സ്വിഗ്ഗിയിലും സംഭവത്തിലൊക്കെ നമ്മൾ ഡിസ്കൗണ്ട് വരുന്നുണ്ട് ആക്സിസിൻ്റെ നിയോ കാർഡുകൾക്ക്. അത്യാവശ്യം പിന്നെ ആക്സിസ് ബാങ്കിൻ്റെ ഓഫേഴ്സ് വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഞാനിത് ഓഫ്ലൈൻ പർച്ചേസിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സൂപ്പർ മാർക്കറ്റിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എത്രണ്ണായി? 3 ഉണ്ടായി. നാലാമത്തേന്ന് പറയുന്നത് നമ്മുടെ ICICIൻ്റെ കോറൽ കാർഡാണ്. ഇത് നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് റൂപേ പേരൻ്റ് തന്നെയാണ്. നമ്മളിത് UPI പക്ഷേ അത്ര അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഞാൻ കുറേ എന്താ വെച്ചാൽ ഇത് ഷെയർ ലിമിറ്റഡ് ആവുന്നതായിരിക്കും നമ്മുടെ ആമസോൺ ICICI കാർഡായിട്ടും എക്സ്പ്രഷൻ കാർഡായിട്ടും. അപ്പോൾ എനിക്കതിൽ ഒരു നോ കോസ്റ്റ് EMI കുറച്ച് 2 നടക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ല 3 lakh+ നമുക്ക് ലിമിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിയാൻ ഞാൻ EMI കഴിയാൻ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കാത്തതാണ്. അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത കാർഡാണ്, കോറൽ കാർഡാണ്. ഇനി നമ്മുടെ 5ാമത്തെ കാർഡ് നമ്മുടെ
ടാറ്റ ന്യൂവിൻ്റെ HDFC കാർഡാണ്. ഇത് നമുക്ക് ലൈഫ് ടൈം ഫ്രീ അല്ല, ഫസ്റ്റ് ഇയർ ഫ്രീ ആയിട്ട് കിട്ടിക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചാർജ് വന്നിട്ടില്ല, ഇനി അടുത്ത കൊല്ലം വരും കേട്ടോ. ഇതും റൂപേ വേരിയൻ്റിൽ തന്നെയാണ്. ഇത് ഞാൻ നിയോ കോയിൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു നിയോ കോയിൻ എന്ന് പറയുന്നത് 1 rupees ആണ്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്ത ഞാൻ UPI ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടോപ്പ് 5 കാർഡ് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് എന്തായാലും കുറച്ച് Q&A സെക്ഷൻ പറയാം. അപ്പോൾ ഞാൻ നമ്മുടെ ക്വസ്റ്റ്യൻസ് കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ വരുന്നത് ആക്റ്റീവ് കാർഡ്സുകളുടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആയത് ഞാൻ ആക്ച്വലി BTech CS ആണ്, BSc HM ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റീസെൻ്റ്ലി തന്നെ നമ്മളിപ്പോൾ ഫൈനാൻസ് മാനേജ്മെൻറ്റിൽ PG ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ NSIM സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മ്യൂച്വൽ ഫണ്ടിൽ. അപ്പോൾ അതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്ത വന്നിരിക്കുന്നത് വർക്കാണ്. ഞാൻ നമ്മുടെ ഫൈനാൻഷ്യൽ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ് MNC. അതുപോലെ തന്നെ നമുക്ക് ഇനി ചോദിക്കുന്നത് ബിസിനസ്സാണ്. നമ്മൾ 2 ബിസിനസ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം ഡയറക്റ്റ് അല്ലാണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു പാസീവ് ഇൻകത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടിക്ക് ചെയ്യുന്നത്. പാസീവ് ഇൻകം എന്ന് പറയുമ്പോൾ മെയിൻ നമ്മുടെ ജോബ് ആക്റ്റീവ് ഇൻകം. ഇപ്പോൾ യൂട്യൂബ് നോക്കുകയാണെങ്കിൽ നമ്മുടെ പാസീവ് ഇൻകം ആണ്. യൂട്യൂബ് പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ 10% പോലും തരുന്നില്ല. അത് വേറെ കാര്യം. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് ആർക്കും ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒന്നും വേണ്ടല്ലോ, എല്ലാവരും വ്ളോഗും സംഭവങ്ങളൊക്കെ പിന്നാലെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വ്യൂസും വലിയ കാര്യമൊന്നും വരുന്നില്ല. പക്ഷേ നമ്മുടെ ഒരു പാഷൻ, ഞാൻ പറഞ്ഞില്ല, എൻ്റെ വർക്ക് റിലേറ്റഡും ഞാൻ പഠിച്ച റിലേറ്റഡുമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ടെക്കും ഫിനാൻസുമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബോറിംഗ് ആയിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട് തന്നെ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് ടൂൾസും നമ്മുടെ സോഫ്റ്റ്വെയർസും സംഭവങ്ങളൊക്കെ വെച്ച് കുറേ ഓട്ടോമാറ്റിക് ഞാൻ പരിപാടി ചെയ്തിട്ടുണ്ട്. വേറെ കാര്യം. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വലിയ ടൈം കൺസ്യൂമിലാണ്. നിങ്ങൾക്കറിയാം ഞാൻ അതിൻ്റെ ഇടയിൽ പാർട്ട് ടൈം ജോബും ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ പേര് ഞാൻ അടുത്തത് അതാണ് ഞാൻ ചെയ്യുന്ന പാർട്ട് ടൈം ജോബ് എന്തൊക്കെയാണ്. ഞാൻ മെയിനായിട്ട് ഇപ്പോൾ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നത് നമ്മുടെ ഫീവർ ഉണ്ടല്ലോ, ഫീവർ ഫ്രീലാൻസിങ് വെബ്സൈറ്റും അതുപോലെ തന്നെ അപ്വർക്ക് കൂടിയാണ്. എപ്പോഴും തെറ്റി പോകും. അപ്വർക്ക് തന്നെയാണ്. ഈ 2 ത്രൂ ആണ്. 2ഉം ഇന്റർനാഷണൽ വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇനി നമ്മൾ നിങ്ങളുടെ അക്കൗണ്ട് തുടങ്ങിയിട്ട് നമ്മുടെ വർക്ക് കിട്ടാൻ കുറച്ച് പാടാണ്. എന്ന് വെച്ചാൽ ഇനി അവരുടെ നമ്മളിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ അപ്രൂവൽ കിട്ടാൻ കുറച്ച് പാടാണ്. അവർ നമ്മുടെ പ്രൊഫൈൽ അപ്രൂവൽ കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഞാൻ നമ്മുടെ വാട്സപ്പിലൊക്കെ ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ തന്നെ ഞാൻ ഫീവർ ത്രൂ ലാസ്റ്റ് 6 months ഏൺ ചെയ്ത $2,600 എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ മൾട്ടിപ്പിൾ ജോബ്സ് ചെയ്യുന്നുണ്ട്, തംബ്നെയിൽ ചെയ്യുന്നുണ്ട്, പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, കുറേ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ടാലന്റ് അനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിൽ, അത് ശരിക്കും ഒരു OLX പരിപാടിയാണ്. നമ്മുടെ ടാലന്റ് സംഭവങ്ങളൊക്കെ നമുക്ക് പരസ്യം കൊടുക്കാം. അതിനനുസരിച്ച് നമ്മുടെ വേൾഡ് വൈഡ് നമുക്ക് കോൾ വരും, കോളല്ല വർക്ക് വരും. ഡിപ്പെൻസ് അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ സംഭവങ്ങളൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അതാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന പാർട്ട് ടൈം ജോബ്. 2ഉം എന്താ പറയുക വേൾഡ് വൈഡ് റെക്കഗ്നൈസ് ആയിട്ടുള്ള വെബ്സൈറ്റുകളാണ്. ഫ്രോഡ് സംഭവമൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ആഡ് വെബ്സൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് പക്ഷേ ഞാൻ ഫുള്ളി റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ ബാക്കിയെല്ലാം ഈ കുറേ ആപ്പ് ഉണ്ട്, ആഡ് കാണുക, പരസ്യം കാണുക, ഗെയിം കളിക്കുക എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവമുണ്ട്. അതൊക്കെ ഒരു 90% ഫ്രോഡ് പരിപാടികളാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ അതിന് നമ്മുടെ മൊബൈലിൽ നിന്ന് ട്രാക്ക് നമ്മുടെ ഡാറ്റാസ് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഒരു കാശ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ആഡ് ത്രൂ. അപ്പോൾ അതൊന്നും ഞാൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ലോക്കൽ ആപ്പുകളുടെയും സംഭവങ്ങളൊന്നും ഞാൻ വീഡിയോ ഇടാത്തിട്ടാ. അത് മെയിൻ റീസൺ അതുകൊണ്ടാണ്. എനിക്ക് ഇഷ്ടം പോലെ പറയുന്നത് എന്താ പറയുക പ്രൊമോഷൻ ചെയ്യാനുള്ള റിക്വസ്റ്റും സംഭവങ്ങൾ. ഞാൻ റീസെൻ്റ് തന്നെ കുറച്ച് കാലം മുമ്പ് പോകുന്നില്ല, നമ്മുടെ ഒരു എന്താണ് പേര് കിട്ടുന്നില്ലല്ലോ, നമ്മുടെ കുറേ സംഭവം ഉണ്ടല്ലോ, ഗാംബ്ലിങ് ഗെയിംസ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നും ഒരു 1.5 ലക്ഷമൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ സാധനം പറ്റിപ്പോയിട്ടാണ്. ശരിക്കും യൂട്യൂബിൻ്റെ റൂൾസിന് അഗെയിൻസ്റ്റ് ഒക്കെയാണ് ഗാംബ്ലിങ് വീഡിയോസ് ഇടുന്നതും. ഗാംബ്ലിങ്ങിൻ്റെ കുറേ ആപ്പുകളുണ്ടല്ലോ, സ്പിൻ വിൻ അങ്ങനെ സംഭവം കുറേ ഒന്നുണ്ടെന്ന് എനിക്ക്. ഞാൻ പക്ഷേ അതൊന്നും എടുക്കാറില്ല. നമ്മൾ ഫൈനാൻസ് സംഭവം ചെയ്തിട്ട് ഈ കൂടായ്പ സാധനം ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഒന്നും ഇടാറില്ല, ഞാൻ എടുക്കാറുമില്ല എൻ്റെ വർക്കുകളൊന്നും. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം പിന്നെ അടുത്ത് ചോദിച്ചത് ബിസിനസ്സാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 2 ബിസിനസ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇൻഡയറക്ട്ലി എന്ന് വേണമെങ്കിൽ പറയാം, നമ്മൾ കുറച്ച് എന്താ പറയുക സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരും സംഭവം ഞാൻ പറയുന്നില്ല. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ടല്ലോ, നമ്മൾ ഒരു ഷോപ്പിൽ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല ഷോപ്പ് ഏതാണോ എന്ന സംഭവത്തിലൊന്നും. നമ്മളതിൽ പാർട്ട്ണറാണ്. ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്, വേറെ കാര്യം. പിന്നെ ഞാൻ കുറച്ച് Q&A സെക്ഷൻ ചോദിക്കുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ഓൾറെഡി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും അതുപോലെ തന്നെ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ഇടാറുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു മെജോറിറ്റി സംഭവം സ്റ്റോക്കും മ്യൂച്വൽ ഫണ്ടുമാണ്. എന്താ വെച്ചാൽ സ്റ്റോക്സ് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി കുറേ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ US സ്റ്റോക്ക് ആയിക്കോട്ടെ, US സ്റ്റോക്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് ആയിക്കോട്ടെ. അതിൽ 2 ടൈപ്പ് ഉണ്ട്. നമ്മൾ ഷോർട്ട് ടേമിൽ ചെയ്യുന്നുണ്ട്. അതായത് ചിലപ്പോൾ ഞാൻ ഈ മാസം വാങ്ങിക്കും അടുത്ത
മാസം വിൽക്കും പ്രൈസ് കൂടുമ്പോൾ. ചിലത് നമ്മൾ ലോങ് ടേമും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം സ്റ്റോക്സ് വെച്ച് നമ്മൾ ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 100% ചിലപ്പോൾ റിട്ടേൺ കിട്ടാം. 1 ലക്ഷം കിട്ടിയാൽ ഇട്ട് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ 4 ലക്ഷം 2 ലക്ഷം ചിലപ്പോൾ കിട്ടാം. അതുപോലത്തെ സ്റ്റോക്കിൽ ഇഷ്ടംപോലെ. ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 10-15 കൊല്ലം മുമ്പ് നമ്മുടെ മാരുതി സുസുക്കിയുടെ സ്റ്റോക്കൊക്കെ 1000 രൂപ 800 രൂപയ്ക്കൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പം അതിൻ്റെ വില 11,000 രൂപയാണ് ഒരു സ്റ്റോക്കിന്. അതുപോലെ തന്നെ MRF ഒരു സ്റ്റോക്കിന് 1 ലക്ഷം രൂപയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വളർന്ന സ്റ്റോക്ക് കണ്ടുപിടിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത, ഇപ്പോൾ നമ്മുടെ ഒരു ഫേമസ് നമ്മുടെ ആൾ പറയുന്ന പോലെ ചിന്തിക്കാൻ പറ്റുമെന്ന് പറയുന്ന പോലത്തെ അതുപോലെ തന്നെ ഒരു റിട്ടേൺ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ റിട്ടേൺ കിട്ടിയാൽ പൊളിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതുപോലത്തെ സംഭവത്തിലൊക്കെ കയറി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഒരു ഗോൾഡ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കിഡ്സിന് വേണ്ടിയിട്ട് കുറച്ച് നിങ്ങൾക്കിപ്പോൾ ഇത്രയും ഗ്യാപ്പ് ഉണ്ട്, 10 കൊല്ലം 15 കൊല്ലമൊക്കെ അല്ലെങ്കിൽ 20 കൊല്ലമൊക്കെ ഒരു ഗ്യാപ്പ് ഉണ്ട്. കിഡ്സിൻ്റെ മാരേജ് അല്ലെങ്കിൽ ഇപ്പോൾ കോളേജ് സ്റ്റഡി അതിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ നല്ല സ്റ്റോക്കിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം, നിങ്ങൾക്കറിയാം കുറേ ന്യൂസും സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടിരിക്കും. നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കോണമി ഭയങ്കരമായിട്ട് ബൂമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടോപ്പ് 3 എത്തുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ സ്റ്റോക്സും നമ്മുടെ ഇന്ത്യൻ കമ്പനീസും ടോപ്പ് 50 നിഫ്റ്റി 50 എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലത്തെ ബെസ്റ്റ് 50 കമ്പനീസുകളാണ്. അപ്പോൾ അതൊക്കെ എന്തായാലും വളരും. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ സ്റ്റോക്ക് പ്രൈസും കൂടും, നമുക്ക് ലാഭം കിട്ടും. അപ്പോൾ നല്ല പരിപാടിയാണല്ലോ. അപ്പോൾ ഇതാണ് നമുക്ക് കുറേ വന്നേക്കാനെ കുറച്ച് Q&A സെക്ഷൻസ്, Q&A ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ അടുത്ത 5 കാർഡിലേക്ക് പോകട്ടെ. ഇപ്പോൾ എത്ര മിനിറ്റായി കാണും, വീഡിയോ ലെങ്ത് കൂടുമ്പോഴേ. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ആമസോൺ ICICI കാർഡാണ്. ഇത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ICICI കാർഡ് എനിക്ക് കിട്ടിയിട്ട് ഓൾമോസ്റ്റ് 2 കൊല്ലം ആയിരുന്നു. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ 2ാം ചാനൽ. എനിക്ക് ഓൾമോസ്റ്റ് ഇതിൽ 2 പ്രീ അപ്രൂവൽ ലോൺ ഓഫർ വന്നിട്ടുണ്ട്. ഒരെണ്ണം ക്രെഡിറ്റ് കാർഡ് ബേസ്ഡ് ലോൺ ഓഫറും അല്ലാണ്ട് തന്നെ നമുക്ക് വിത്തൗട്ട് ഇൻകം പ്രൂഫ് ഒരു സംഭവം ഇല്ലാണ്ട് ഇൻസ്റ്റൻറ്റ് ലോൺ ഓഫർ നമുക്ക് കാർഡിൽ വന്നിട്ടുണ്ടായിരുന്നു 5 ലക്ഷത്തിൻ്റെ. അപ്പോൾ അത് ഞാൻ അതിൻ്റെ വീഡിയോ നമുക്ക് എങ്ങനെ അത് എടുക്കുക, അതിൻ്റെ ഇൻട്രസ്റ്റ് പ്രോസസ്സിംഗ് ഫീസ് സംഭവങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊരു ആമസോൺ ICICI ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സുഖമായിട്ട് പ്രീ അപ്രൂവൽ ഓഫർ കിട്ടും. അപ്പോൾ അതിൻ്റെ വീഡിയോ മാത്രമേ കണ്ടു നോക്കുക. നമ്മൾ ഈ റീസെൻ്റ്ലി 2-3 ദിവസത്തിനുള്ളിലാണ് നമ്മൾ ഇട്ടുണ്ടായിരുന്നത്. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ SBIൻ്റെ സിംപിളി ക്ലിക്ക് കാർഡാണ്. ഇതാണ് നമ്മുടെ സിംപിളി ക്ലിക്ക് കാർഡ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഫ്രണ്ടിലുണ്ട്. അത് ഞാൻ കാണിച്ചു തരാത്തതാണ്, ഞാൻ പേര് കാണിച്ചു തരാം. ഇതിൻ്റെയൊക്കെ നമ്മൾ അൺബോക്സിങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചിട്ടുണ്ടാകുന്ന വിചാരിക്കും. നിങ്ങൾക്കൂടെ പേര് കാണുന്നുണ്ടായിരിക്കും. ഇതിൻ്റെ പേര് എംബഡാണ്, പക്ഷേ കളറൊന്നും സംഭവമൊന്നുമില്ല, കാണുന്നില്ലേ അടിയിൽ കണ്ടോ. അടുത്തത് നമ്മുടെ ക്യാഷ് ബാക്ക്, SBIയുടെ ക്യാഷ് ബാക്ക് കാർഡ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർഡ് തന്നെയാണ്. പ്രത്യേകിച്ച് ഓൺലൈൻ പർച്ചേസിന് 5% ക്യാഷ് ബാക്ക് കിട്ടും. അത് കറക്റ്റായിട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് ആവും, നമ്മൾ റിഡീം ചെയ്യാനോ സംഭവത്തിനൊന്നും പോകണ്ട. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത സംഭവമാണ് നമ്മുടെ മില്ലേനിയയുടെ കാർഡ്. നമ്മുടെ HDFC ഇതായിട്ട് തന്നെ HDFCയുടെ ആദ്യത്തെ കാർഡുണ്ട് മില്ലേനിയ കാർഡ്. പിന്നെ വന്നേക്കുന്നതാണ് നമ്മുടെ സെലക്ട് യെസ് ബാങ്കിൻ്റെ പുതിയ സെലക്ട് കാർഡ്. ഇതും വലിയ കുഴപ്പമില്ലാത്ത 300 രൂപ പ്ലസ് GST ആനുവൽ ചാർജ് സംഭവങ്ങളൊക്കെ വരുന്നതാണ്. ഇതിൽ നമുക്ക് കോംപ്ലിമെൻ്ററി എയർപോർട്ട് ലോഞ്ചസ്, അതുപോലെ തന്നെ കുറച്ച് അത്യാവശ്യം എനിക്ക് ഈ കാർഡിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു. മാസ്റ്റർ കാർഡ് വേരിയൻ്റ് ആണ്. ഈ 10 കാർഡുകളാണ് ഞാൻ ഇപ്പോൾ കറൻ്റ് ഉപയോഗിക്കുന്ന എൻ്റെ ഫേവറേറ്റ് കാർഡുകളാണെങ്കിൽ പറയാം. ഇനിയിപ്പോൾ ഒരു കാർഡ് നമ്മുടെ വരാനുണ്ട്, നമ്മുടെ എന്താണ് SBIയുടെ IRCTC കാർഡ് വരാനുണ്ട്. അതിനെനിക്ക് ആക്ച്വലി നല്ല ലിമിറ്റ് തന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടത്, പക്ഷേ കറക്റ്റ് അറിയില്ല, നമ്മുടെ ആപ്പിൽ വന്നിട്ടില്ല. കാർഡ് ഓൾമോസ്റ്റ് വരാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്നിട്ട് അതിൻ്റെ അൺബോക്സിങ് സംഭവങ്ങളൊക്കെ ചെയ്യാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ Q&A. അതുപോലെ തന്നെ ടോപ്പ് 10 ക്രെഡിറ്റ് കാർഡ്സ്, ഫേവറേറ്റ് ക്രെഡിറ്റ് കാർഡ്സ്. നമ്മുടെ 2ാം ചാനലിൽ നമ്മുടെ ടോപ്പ് 30 ആക്റ്റീവ് ക്രെഡിറ്റ് കാർഡ്സിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നത് കാണാത്തപ്പോൾ കണ്ടു നോക്കാട്ടോ. ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ JMG26 എന്ന ചാനലിൽ കയറി നോക്കിയാൽ മതി. ലേറ്റസ്റ്റ് ആണ്, ഇന്നലെ ഇട്ടക്കെന്താ. അപ്പോൾ നിങ്ങൾക്ക് സുഖം ഇടുന്നില്ല, ഞാൻ ഇട്ടക്കെന്താ ഇപ്പോൾ സുഖം കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.